മാസപ്പടി വിവാദത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. പ്രാദേശികമായി ഇൽമനൈറ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 2017-ൽ CMRL സമർപ്പിച്ച നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. അടച്ചുപൂട്ടലിന്റെ വക്കിലെന്ന് ചൂണ്ടിക്കാട്ടി നിവേദനം സമർപ്പിച്ച CMRL തോട്ടപ്പള്ളി മണൽ നീക്കത്തിന് ശേഷം കോടികളുടെ സാമ്പത്തിക വളർച്ച നേടി. CMRLനു വേണ്ടിയാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ നീക്കം ചെയ്തതെന്നും കുഴൽനാടൻ ആവർത്തിച്ചു. ഇൽമനൈറ്റിന്റെ ലഭ്യതക്കുറവും ഉയർന്ന വിലയും കമ്പനിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി 2017 ഫെബ്രുവരി 6-ന് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു എന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. CMRLന്റെ സുഗമമായ പ്രവർത്തനത്തിന് കേരളത്തിൽ നിന്നുള്ള Q ഗ്രേഡ് ഇൽമനൈറ്റിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് CMRL മൈനിങ് പ്രോജക്റ്റ് ആവിഷ്കരിച്ചത്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടും ഏകദേശം 200 വർഷത്തേക്കുള്ള ഇൽമനൈറ്റ് നിക്ഷേപം സംസ്ഥാനത്തുണ്ടായിട്ടും കൂടിയാണ് CMRLന് ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നടപടി ഉണ്ടാക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ മെമ്മോറാണ്ടത്തിൽ പിണറായി വിജയൻ്റെ ഒപ്പ് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ആവശ്യമായ നടപടിക്ക് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മാർച്ച് 8, 2017 ഇത് ഫയലാക്കി കുറിച്ച് മുമ്പോട്ട് വിട്ടു. നഷ്ടക്കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ച CMRL 3 വർഷം കഴിഞ്ഞപ്പോൾ 70% സാമ്പത്തിക വളർച്ച നേടിയതിലും കുഴൽനാടൻ ദുരൂഹത ആരോപിച്ചു. 2020 മാർച്ച് ആവുമ്പോൾ ലാഭത്തിൽ 70% വളർച്ച ഉണ്ടായതായിട്ട് പറയാം. 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രതിസന്ധി മറയാക്കി സർക്കാർ തോട്ടപ്പള്ളിയിലെ കരിമണലിലാണ് കണ്ണുവെച്ചതെന്നും കുഴൽനാടൻ. ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during impending monsoon. Why are you concerned about the loss of sand? Who is concerned about the loss of sand? Loss of sand is the concern of CMRL. Reporter, Kochi.